നിങ്ങൾ എക്സസൈസ് നടത്തുമോ ഭക്ഷണ രീതി ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് അറിയണ്ട്. എക്സസൈസ് നടത്തുമെന്ന് ചോദിച്ചാല് തയ്യാറില്ല, എടുക്കണമെന്നുണ്ട് മനസ്സിൽ, എന്താ അറിയില്ല റമദാനായിട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 3 മാസമായി എക്സസൈസിന് വരുന്നത്, മെക്സൈന് വരുന്നത്. അപ്പോൾ കുറച്ച് നിങ്ങൾ ഇനിയിപ്പോൾ ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാണോ? കഴിഞ്ഞ വർഷം ഈ പ്രാവശ്യമായിട്ടുള്ളതിൽ കുറച്ച് വ്യത്യാസപ്പെടുത്തണം. എന്തൊക്കെ? എണ്ണയെ പൊരിച്ചത് അത് മാത്രമേ ഉള്ളൂ. പിന്നെ പത്തിരി അങ്ങനത്തെ തരിക്കഞ്ഞി അതൊക്കെ നെയ്യിടാതെ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. മെക്സവൻ ചെയ്യോ? ഞാൻ ഇൻഷാ അല്ലാഹ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ വരെ വണ്ടിയിൽ വന്നാൽ എക്സസൈസ് ചെയ്ത് പോകണം എന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. നിങ്ങളോ? ഞാൻ ഇടയ്ക്ക് വരും, കണ്ടിന്യൂസ് ആയിട്ട് വരാൻ പറ്റുന്നുണ്ട്. ഭക്ഷണ രീതിയോ? ഭക്ഷണ രീതി ഞാൻ ജീരകക്കഞ്ഞിയാണ് കുടിക്കുക നോമ്പിന്. വേറെ ഫ്രൂട്ട്സും കഴിക്കും. വേറെ ഭക്ഷണം നോമ്പ് തുറക്കണ സമയത്ത് ഫ്രൂട്ട്സ് കഴിക്കും. പിന്നെ എന്റെ മെയിൻ ഭക്ഷണം കഞ്ഞി തന്നെയാണ്, വേറെ കഴിക്കുന്നില്ല. നമ്മള് മെയിനായിട്ട് ഫ്രൂട്ട്സ് നോമ്പ് തുറക്കുമ്പോ, പിന്നെ അതുപോലെ കഞ്ഞിയോ പത്തിരി എന്തെങ്കിലും, അല്ലാതെ പൊരിച്ചതൊന്നും തുറക്കുന്ന സമയത്തും കഴിക്കില്ല. അങ്ങോട്ട് ഒഴിവാക്കും. കുറെ കാലമായിട്ട് അങ്ങനെ തന്നെയാണ്. പിന്നെ മക്കളൊക്കെ വീട്ടിൽ വരുമ്പോഴാണ് നമ്മളെ കുട്ടികൾ തുറക്കാൻ വരുമ്പോ പിന്നെ അവർക്ക് ഉണ്ടാക്കണം. ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഈ നാളെ മുതൽ? ഇൻഷാ അല്ലാഹ് നല്ല ലൈറ്റായിട്ട് ഹെവി ഒഴിവാക്കി നെയ്യും എണ്ണയും ഒക്കെ ഒഴിവാക്കിയിട്ട് നല്ല ആൾക്ക് ലൈറ്റായിട്ട് പോകണം എന്നാണ് ആഗ്രഹം. ആരോഗ്യം ഇതേപോലെ സംരക്ഷിക്കണം. ഓക്കെ. എക്സസൈസോ? എക്സസൈസ് ആണ്. ആ സമയത്ത് ഉറങ്ങി പോണ ഒരു പ്രശ്നമുണ്ട്, എന്നാലും ഇൻഷാ അല്ലാഹ് എണീറ്റ് വരാൻ ശ്രമിക്കും. അതായത് സ്ഥിരമായിട്ട് വന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് 1-2 ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മേലും കൈ വേനൊക്കെയാണ്. സ്ഥിരമായിട്ട് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഉന്മേഷമാണ്. അതുകൊണ്ട് റംസാന് ഫുള്ളും വരണം എന്നാണ് വിചാരിക്കുന്നത്. അഭിപ്രായക്കാരനാ ഞാൻ എന്തായാലും വരും. കാരണം ഒരു ദിവസം ലീവായി കഴിഞ്ഞാൽ മേലും കൈ വേന പുറത്തിറങ്ങാൻ കഴിയാതെ എണീക്കാൻ കഴിയാതൊക്കെ ആവും. അപ്പൊ സ്ഥിരമായിട്ട് കഴിയുന്നത് വരും, വരാതിരിക്കൂല. എന്തായാലും മെക്സവൻ നിർത്തൂല, അത് ഉറപ്പ്. നോമ്പിൽ നിങ്ങൾ ആഹാരക്രമം എന്തെല്ലാം? ലഘുവായിട്ടാണ് രാത്രി അത്താഴത്തിന് കഴിക്കാറുള്ളത്. നോൻപ് നമ്മൾ അത്യാവശ്യം ഭക്ഷണങ്ങളൊക്കെ കഴിക്കും. എണ്ണക്കടി ഉപയോഗിക്കില്ല? എണ്ണക്കടി മേടിനായിട്ട് തീരെ ഇല്ല, അത്യാവശ്യം എണ്ണക്കടി കഴിക്കും. എക്സസൈസിന് വരൂലേ? വരും. എണ്ണക്കടി ഞാൻ കഴിക്കില്ല. സാധാ ഒരു ലഘു ഭക്ഷണം, ചപ്പാത്തി ഇത് ഞാൻ കഴിക്കുള്ളൂ. കഴിയുന്നതും ഞാൻ വരാൻ നോക്കും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. വെരി ഗുഡ്. എക്സസൈസിന് വരാഞ്ഞൊരു മേലും കൈ വേദന സ്ഥിരമായിട്ട് വന്നു. ഞാൻ മെക്സയിൽ വന്നപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ നോൽബക്കാണ് വന്നത്. സാറ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ മാതിരി ക്ലാസ്സിൽ വന്നിരുന്നു. നോൽബിനെ ഇത് ഒഴിവാക്കണ്ടെന്ന് പറഞ്ഞു സാറ് പറഞ്ഞ മാതിരി കളിച്ചു നോക്കണം. എന്നാലും എന്തെങ്കിലും ഇത് ഒഴിവാക്കാൻ തോന്നുന്നില്ല. എന്നാലും നോൽബും ഒഴിവാക്കാൻ പറ്റില്ല. നോൽബിനെ പഴയത്തേക്കാട് എക്സസൈസ് കുറച്ചിട്ട് കളിക്കാതിരുന്ന പരിപാടിയാണ്. ഓവർ കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നോൽബ് രാത്രി വരെ ഇരിക്കണ്ടേ. സാറ് പറഞ്ഞേക്കണ് കഴിഞ്ഞ വെഞ്ഞാന്ന് പറഞ്ഞേക്കണ്, അതുപോലെ നോക്കണം, ശ്രമിച്ചു നോക്കാം. ഓക്കെ. നിങ്ങള് നാളെ മുതൽ അല്ല എക്സസൈസിന് വരുമോ അല്ലെങ്കിൽ നിർത്താനുള്ള പരിപാടിയാണോ? എന്താണെന്ന് പറയാം. നിർത്താനുള്ള പരിപാടി ഇല്ല, പിന്നെ നോമ്പല്ലേ. എന്നാലും വന്ന് നോക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് സ്ലോ ചെയ്യുമെന്ന് മാത്രമേ അറിയൂ. കണ്ടിന്യൂ കൊണ്ടുപോകാന്നുള്ള താല്പര്യമുണ്ട്. ഓക്കെ. ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്താൻ തയ്യാറാണോ? ഭക്ഷണ രീതി പൊതുവെ മാറ്റം വരുത്തിലാണുള്ളത്. നോമ്പുറക്കും വന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത്താഴത്തിനല്ലോ ഇങ്ങനെയെങ്കിലും എന്തേ കഴിക്കുള്ളൂ. അച്ഛനും കുറെ മുമ്പ് തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നുണ്ട്. ഓക്കെ. നോമ്പ് തുറക്ക് ഭക്ഷണം എന്തൊക്കെയാണ് നിങ്ങൾ കഴിക്കുന്നത്? ഏകദേശം കൂടി അറിഞ്ഞാൽ നന്നായി. കഴിക്കുന്നത് കുറച്ച് മുമ്പെല്ലാം കിട്ടുന്നൊക്കെ കഴിച്ചിരുന്നു. ഇപ്പം അതില്ല. ഇപ്പോഴും പൊരിയും കരിയെല്ലാം അങ്ങോട്ട് കഴിയുന്നപ്പോൾ ഒഴിവാക്കി. അങ്ങനെ ഇല്ലാന്ന് തന്നെ പറയണം. വീട്ടിലും ഉണ്ടാവില്ല. പിന്നെ എവിടെയെങ്കിലൊക്കെ നോമ്പുറക്കാൻ മറ്റോ പോയെങ്കിൽ മാത്രം അങ്ങനെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇതിന് കഴിക്കാറില്ല ഇപ്പോൾ. അതുകൊണ്ടുള്ള സാധാരണ നോൽബിന് ഞങ്ങൾ ചൂട് കൂടുതലായതിൻ്റെ പേരിൽ എക്സസൈസ് അങ്ങനെ അധികം എടുക്കാറില്ല. പിന്നെ ഭക്ഷണമൊക്കെ ലേറ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഒക്കെ. എക്സസൈസ് പറ്റാൻ നിർത്തോ അല്ലെങ്കിൽ അത് ഭാഗികമായിട്ട് ആണ് ചെയ്യാറ്. ഓക്കെ. അത് പിന്നെ കംപ്ലീറ്റ് ആവാൻ പാടില്ല, കഴിയില്ല എന്നാണ് തോന്നുന്നത്. അത് അറിയില്ല. പേരൊന്ന് പറയോ? ഓക്കെ. ഞാൻ ചോദിച്ചതിനുള്ളൊരു മറുപടി. നിങ്ങൾ എക്സസൈസ് അല്ല ഉദ്ദേശിച്ചത്, നിങ്ങളെ ദിനചര്യ കഴിഞ്ഞ വർഷവും ഈ വർഷമായിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു 4 മാസത്തോളമായി
മെക്സൽ വരാൻ തുടങ്ങി, എക്സസൈസ് ഒക്കെ ചെയ്ത് ഇപ്പോൾ നിങ്ങൾ നോമ്പിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളിലുള്ള മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ കണ്ടിന്യൂ അതേ കഴിഞ്ഞ വർഷത്തെ അതേമാതിരി അല്ലെങ്കിൽ മാറ്റങ്ങൾ വല്ലതും ഉണ്ടോ? കഴിഞ്ഞ വർഷത്തെ അതേ കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഭക്ഷണത്തിലും എല്ലാത്തിലും പൊതുവെ കുറവ് തന്നെയാണ് ഉണ്ടാകല്. 2 നേരം ഭക്ഷണം, അതായത് നോമ്പ് തുറക്കുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ട് അത്താഴത്തിനാണ് കഴിക്കല്. എക്സസൈസ് വല്ലതും ചെയ്യോ? ആദ്യം ചെയ്യുന്നവർ ചെറുങ്ങനെ തോതിൽ. കഴിഞ്ഞ പ്രാവശ്യം മെക്സാമിൽ ഉണ്ടായിരുന്നു, മെക്സാമിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. കഴിയാത്തതിന് കുറച്ച് അസുഖമൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെറുവണ്ണൂർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പിന്നെ ചെറുവണ്ണൂരിൽ ഫസ്റ്റിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഉദ്ഘാടനത്തിന് മുതൽ ഞാൻ ഉണ്ട്. കോഴിക്കോട് ജില്ലയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് മുതൽ. പിന്നെ ഇപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് അസുഖമൊക്കെ കാരണം നിർത്തി. പിന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോകുന്നു. പേര് പറഞ്ഞിട്ട് പറയേ. എൻ്റെ ചോദ്യം റമദാൻ നോമ്പുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ആരോഗ്യം എങ്ങനെ കാത്തു സൂക്ഷിക്കും എന്നുള്ളതാണ്. എക്സസൈസ് അല്ല ഉദ്ദേശിച്ച്, ഭക്ഷണം, നിങ്ങളെ ഉറക്കം, കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ട് മാറ്റം വരില്ല. ആയതുകൊണ്ട് ഉറക്കിൽ എല്ലാത്തിലും മാറ്റം വരും, ഭക്ഷണത്തിൽ അതുപോലെ തന്നെ എല്ലാ ഇതിലും മാറ്റം വരും. നിങ്ങൾ എക്സസൈസ് ചെയ്യുമോ? ഉദ്ദേശിക്കുന്ന നൈസ്. ഓക്കെ.